ജീവിതത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്താണ്? അവഗണനയോ, അപമാനമോ, അല്ലെങ്കിൽ അഹങ്കാരം നിറഞ്ഞ മനുഷ്യരുടെ പെരുമാറ്റമോ? നമ്മൾ മിണ്ടിയാൽ അവർ കൂടുതൽ ഉയരും, നമ്മൾ വാദിച്ചാൽ അവർ കൂടുതൽ കുത്തും. അപ്പോൾ ഒരു ചോദ്യം, അഹങ്കാരത്തെ എങ്ങനെ നേരിടണം? ഇതിന് ഉത്തരം നൽകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ഒരു ബുദ്ധിമാനായ മനുഷ്യൻ, ചാണക്യൻ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം, മൗനം കൊണ്ട് ഒരാളുടെ അഹങ്കാരം എങ്ങനെ തകർക്കാം, എന്തുകൊണ്ട് മൗനം ഏറ്റവും ശക്തമായ ഒരു പ്രതികരണമാണ്. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച പല വേദനകൾക്കും ഒരു പുതിയ കാഴ്ചപ്പാട് ലഭിക്കും. അഹങ്കാരം എന്നത് വലിയ ശബ്ദമല്ല, വലിയ പദവിയുമല്ല, വലിയ അറിവുമല്ല. ഞാൻ മാത്രമാണ് ശരി, എനിക്ക് എതിർത്ത് സംസാരിക്കരുത്, എന്നെ ചോദ്യം ചെയ്യരുത്, ഈ ചിന്തയാണ് അഹങ്കാരം. ചാണക്യൻ പറയുന്നു, അഹങ്കാരമുള്ളവന് സ്വയം കാണാൻ കഴിയില്ല. അവൻ എല്ലായിടത്തും തന്റെ തന്നെ പ്രതിബിംബമാണ് കാണുന്നത്. അവനോട് നാം വാദിച്ചാൽ അവൻ ജയിക്കാനല്ല, നമ്മെ താഴ്ത്താനാണ് ശ്രമിക്കുന്നത്. അഹങ്കാരമുള്ളവന് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത്? ചാണക്യ നയത്തിൽ ഒരു അടിസ്ഥാന സത്യമുണ്ട്, അഹങ്കാരത്തിന് ഭക്ഷണം വേണം. ആ ഭക്ഷണം എന്താണ്? നമ്മുടെ പ്രതികരണം, എതിർപ്പ്, വാക്കുകൾ, കോപം, കണ്ണീർ. നാം മറുപടി പറയുമ്പോൾ അവന്റെ ഉള്ളിൽ അഹങ്കാരം പറയും, കണ്ടോ, എന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, അതാണ് അവന്റെ വിജയം. അപ്പോൾ ചാണക്യൻ ചോദിക്കുന്നു, ഭക്ഷണം കിട്ടാതെ പോയാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കാനാ? അഹങ്കാരം അങ്ങ് ക്ഷീണിക്കും, പതിയെ തളരും, അവസാനം തകർന്നു തരിപ്പണമാകും. ആരാണ് ഈ അഹങ്കാരത്തിന്റെ ശത്രു? പിന്നെന്താ? മൗനം തന്നെ. മൗനം എന്നത് ഒന്നും പറയാതിരിക്കലല്ല, സ്വയം നിയന്ത്രണം, ബുദ്ധിയുടെ അടയാളം. നാം മിണ്ടാതിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? അയ്യോ, അവർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അപ്പോൾ എനിക്ക് വിലയില്ലേ? ഞാൻ തെറ്റായോ? എന്നീ ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ നാം ഒന്നും ചെയ്യാതെ തന്നെ അവരുടെ ഉള്ളിൽ ഒരു യുദ്ധം തുടങ്ങും. ചാണക്യൻ പറയുന്നു, നാം ശത്രുവിന്റെ മനസ്സിൽ കലക സൃഷ്ടിച്ചാൽ അവൻ തന്നെ തോറ്റവനാണ്. എന്നാൽ പലർക്കും തോന്നാറുണ്ട്, നാം മിണ്ടാതിരിക്കുമ്പോൾ സത്യത്തിൽ നാം തോറ്റുപോയില്ലേ എന്ന്. ഇതാണ് വലിയ തെറ്റ്. ചാണക്യന്റെ വാക്കുകളിൽ, ശക്തനാകുന്നവൻ വാക്കുകൾ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്, ബലഹീനൻ എപ്പോഴും ശബ്ദമുയർത്തും, ശക്തൻ സമയം കാത്തിരിക്കും. നാം മിണ്ടാതിരിക്കുമ്പോൾ നാം അവന്റെ നിലയിലേക്ക് ഇറങ്ങുന്നില്ല, നമ്മുടെ സ്വന്തം നില കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായി, ഓഫീസിൽ ഒരു സഹപ്രവർത്തകൻ നമ്മെ നിരന്തരം ചെറുതാക്കുന്നു എന്ന് കരുതുക. നാം ഓരോ തവണയും മറുപടി പറഞ്ഞാൽ അവൻ നമ്മുടെ മനസ്സ് കൈവശം വെക്കുന്നു. പക്ഷേ നാം ശാന്തനായി നമ്മുടെ ജോലി ചെയ്ത് മിണ്ടാതിരുന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ സമയം തന്നെ അവനെ പുറത്തു കൊണ്ടുവരും. അതുപോലെ കുടുംബത്തിൽ അഹങ്കാരമുള്ള ഒരു വ്യക്തി, നാം അവരോട് ദിവസവും വാദിച്ചാൽ ബന്ധം തകരും. നാം മൗനം പാലിച്ചാൽ അവൻ തന്നെ ക്ഷീണിക്കും. അഹങ്കാരം തകർക്കുന്ന ഒന്നാമത്തെ രഹസ്യം താരതമ്യം മാറ്റുക എന്നത് തന്നെയാണ്. ഇവിടെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളോടുള്ള എന്തോ ഒരു ഭയമാണ്. ഇവിടെ റിയാലിറ്റി ഭയപ്പെടേണ്ടത് നമ്മളല്ല, ഭയപ്പെട്ടത് സത്യത്തിൽ അഹങ്കാരമുള്ള ആ വ്യക്തി തന്നെയാണ്. ഈ അഹങ്കാരത്തിന്റെ യഥാർത്ഥ ഉറവിടം ശക്തിയല്ല, താരതമ്യമാണ്. അഹങ്കാരത്തെ നേരിട്ട് ആക്രമിക്കരുത്, പ്രതികരണം നിയന്ത്രിക്കുക. മൗനം ഒരു തന്ത്രമാണ്, സമയം നിന്റെ കൂട്ടാളിയാണ്. ചാണക്യന്റെ നയത്തിൽ ഏറ്റവും വലിയ വിജയം സ്വയം തോൽക്കാതിരിക്കുക എന്നതാണ്. ഈ വരികൾ കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം, എന്നാൽ എത്രത്തോളം ലളിതമോ അത്രത്തോളം അപകടകരവുമാണ്. കാരണം ഒരു അഹങ്കാരിയുടെ ശക്തി അവന്റെ കഴിവുകളല്ല, അവന്റെ ശക്തി അവൻ സ്വയം നടത്തുന്ന താരതമ്യമാണ്. ചിലപ്പോൾ പണത്തിന്റെ, അല്ലെങ്കിൽ സ്ഥാനത്തിന്റെ, അല്ലെങ്കിൽ അറിവിന്റെ, ചിലപ്പോൾ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ അഹങ്കാരം എത്രമാത്രം ശക്തമാണോ അതിന്റെ യാഥാർത്ഥ്യം അത്രത്തോളം തന്നെ ദുർബലവുമായിരിക്കും. അഹങ്കാരിയായ വ്യക്തി ഉള്ളുകൊണ്ട് ഭീരുവാണ്, ബലഹീനതകൾ മറച്ചു വെക്കാനാണ് പുറമെ ശക്തനായി അവൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരാം, ഇത്ര ഭീരു എന്തിനാണ് ഇത്ര അഹങ്കാരം കാണിക്കുന്നത് എന്ന്. ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് മറ്റൊരാളെ താഴ്ത്തിക്കെട്ടേണ്ട ആവശ്യം എന്താണ്?
സ്വയം വിശ്വാസമുള്ള തന്റെ ജോലിയിൽ ഉറപ്പുള്ള സ്ഥിരതയുള്ള ഒരാൾ മറ്റൊരാളെ താഴ്ത്തിക്കെട്ടാൻ സമയം ഒരിക്കലും കണ്ടെത്തുകയില്ല. അഹങ്കാരത്തിന്റെ യഥാർത്ഥ ഉറവിടം ഭയം തന്നെയാണ്, ശക്തിയല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന എത്ര പേരുണ്ടായിട്ടുണ്ട്. വാക്കുകളിലൂടെ, മൗനത്തിലൂടെ, കുത്തുവാക്കുകളിലൂടെ, ചിലപ്പോൾ നോട്ടങ്ങളിലൂടെ. ഇവിടെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളോടുള്ള എന്തോ ഒരു ഭയമാണ്. ഇവിടെ റിയാലിറ്റി ഭയപ്പെടേണ്ടത് നമ്മളല്ല, ഭയപ്പെട്ടത് സത്യത്തിൽ അഹങ്കാരമുള്ള ആ വ്യക്തി തന്നെയാണ്. അഹങ്കാരം തകർക്കുന്ന ഒന്നാമത്തെ രഹസ്യം താരതമ്യം മാറ്റുക എന്നത് തന്നെയാണ്. താരതമ്യം ചെയ്യുന്നത് കൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത്. നാം മൗനം പാലിക്കുമ്പോൾ നാം ഒരിക്കലും തോൽക്കുന്നില്ല. നാം വളരുന്നു, ബുദ്ധിമാനാകുന്നു, ശക്തമായി മാറുന്നു. അഹങ്കാരത്തെ തകർക്കാൻ വാക്കുകൾ വേണ്ട, മൗനം മതി. ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി വരുന്ന ഓരോ യാത്രയും ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ളതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത്തരം ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ലവ് യു ഓൾ, ബി ഹാപ്പി.